എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം സവാള വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പം ഞാൻ മുളക് പൊടി 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി എടുത്താലും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണിനടുത്ത് മസാലപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ്. അപ്പോൾ ഇലയട കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ മധുരമുള്ള ഇലയടയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ മധുരം ഇല്ലാത്ത ഇലയടയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന്. അതായത് നമ്മൾ മുട്ട ഉപയോഗിച്ചാണ് ഈ ഇലയട തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മസാലകൾ നന്നായി വഴന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ഈ അട തയ്യാറാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 മുട്ടയും ഞാനിതിലേക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് ചിക്കി പൊരിക്കില്ലേ, അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു പരുവത്തിലേക്ക് നമ്മളിത് കൊണ്ടുവരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ നന്നായി വെന്ത് നല്ല പോലെ ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണിത്. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ഞാൻ എടുത്തു കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഈ അരിപ്പൊടി 2 കപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് ആ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം, ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനും അടയ്ക്കുമൊക്കെ കുഴയ്ക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആ ഒരു മോഡലിൽ നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മാവിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് ആറിക്കഴിയുമ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ ഇലയടയ്ക്കുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ചൂട് നിങ്ങളുടെ കയ്യിൽ തട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഇത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു വാഴല എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മാവിൽ നിന്നും കുറച്ച് ഒരു ഉണ്ട പരുവത്തിൽ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. ഇലയട ഉണ്ടാക്കാനായിട്ട് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ പരത്തി കൊടുത്താൽ മതി. അപ്പം നടുക്ക് ഭാഗത്ത് അധികം കട്ടി വരാത്ത രീതിയിൽ വേണം പരത്താനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇലയട ഉണ്ടാക്കുമ്പോൾ എത്ര കനം കുറച്ച് പരത്താമോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മുടെ മുട്ടയുടെ ഫില്ലിങ് ഈ അടയുടെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് 1 സ്പൂണൊക്കെ വെച്ച് കൊടുത്താലും മതിയാവും. ഒത്തിരി അധികം കുത്തി നിറച്ച് വെക്കേണ്ട, വളരെ കുറച്ച് രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് മടക്കാം, നടുക്കിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഇലയട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചിട്ടാണ് ഇലയട തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ മുട്ട വെച്ചിട്ടുള്ള അട. കൊടുക്കുക അല്ലെങ്കിൽ വറുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മിക്കവാറും തന്നെ ഇത് ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നമ്മൾ അടയൊക്കെ അത്യാവശ്യം ഇലയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു അപ്പപാത്രം എടുത്തിട്ടുണ്ട്. ചെമ്പിലേക്ക് നമ്മൾ ഈ ഓരോ ഇലയും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത്യാവശ്യം ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ, ആവി എല്ലാ ഇലയിലേക്കും തട്ടുന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ട് വേണം ഇലകൾ വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഗ്യാസിൽ വെച്ച് അടച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അടകൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടയൊക്കെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയുടെ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് ഇത്. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കൻ വെച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ചെയ്യാം. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.